PMI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ MLM ആണ് എന്ന് നമുക്കറിയാം അല്ലെ. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വെച്ചാല് ഉപഭോക്താക്കളിലേക്ക് കമ്പനി നേരിട്ട് പ്രൊഡക്റ്റുകൾ എത്തിക്കുകയാണ് അല്ലെ. ഇതില് ഇടനിലക്കാരില്ല, മിഡിൽ മാൻസ് ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം അല്ലെ. നമുക്ക് ഏതൊരു കാര്യത്തിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സിനെയും കുറിച്ച് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ നമ്മള് GTSൽ നമ്മൾ കേട്ടിട്ടുണ്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അല്ലെ. ട്രഡീഷണൽ മാർക്കറ്റിംഗും അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗും. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്? ട്രഡീഷണൽ മാർക്കറ്റിംഗില് നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം ആരിലേക്ക് എത്തും? ആദ്യം ഒരു ക്ലിയറിംഗ് അല്ലെങ്കിൽ ഫോർവേഡിംഗ് കമ്പനിയിലേക്കായിരിക്കും ആദ്യം നമ്മളുടെ പ്രൊഡക്റ്റുകൾ എത്തുന്നത്. ഏതൊരു പ്രൊഡക്റ്റ് ആവട്ടെ, ഏതൊരു കമ്പനിയിലെ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിലൂടെ പോകുന്ന ഏതൊരു കമ്പനിയുടെ പ്രൊഡക്റ്റും ആദ്യം ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് കമ്പനിയിലേക്കും അവിടെ നിന്ന് റീജിയണൽ സ്റ്റോക്കിസ്റ്റിലേക്കും അതിന് ശേഷം സബ് സ്റ്റോക്കിസ്റ്റിലേക്കും ഹോൾസെയിലറിലേക്കും റീറ്റെയിലറിലേക്കും കൺസ്യൂമറിലേക്കുമാണ് എത്തുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാല് അത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. 5, 6, 10 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ മിഡിൽ മാൻസ്, ഈ ഇടനിലക്കാരിൽ നിന്നൊക്കെ ഇതിങ്ങനെ കൈമാറി വരുമ്പോഴും ഒരുപാട് ഭീമമായ തുക കൊടുത്ത് നമ്മൾ മാർക്കറ്റിങ്ങും അഡ്വർടൈസ്മെന്റും പരസ്യങ്ങളും മാർക്കറ്റിങ്ങും നമ്മൾ തുടർച്ചയായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമറിലേക്ക് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ പ്രൊഡക്റ്റുകളെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാല് മാനുഫാക്ചറിൽ നിന്ന് അത് ഡയറക്റ്റ് ഒരു കസ്റ്റമറിലേക്കോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിലേക്കോ ഉപഭോക്താക്കളിലേക്കാണ് ഡയറക്റ്റ് എത്തുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി, ആ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമർ അത് ഉപയോഗിച്ച് നല്ല പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് വേറൊരു കസ്റ്റമറിലേക്കും കസ്റ്റമർ ടു കസ്റ്റമർ അതിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ചിലവാകുന്ന 40 തൊട്ട് 60% വരെ വരുന്ന ചിലവ് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് നമ്മളുടെ ഡയറക്റ്റ് സെല്ലിംഗിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനി എന്താണ് ചെയ്യുന്നത്? ആ കോസ്റ്റിനെ നമ്മൾ കസ്റ്റമർ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റും പരസ്യങ്ങളും മാർക്കറ്റിംഗും ഒക്കെ ചെയ്യുന്നത് ഇവിടെ ആരാണ്? കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ തന്നെയാണ് അല്ലെ. അവരിലേക്ക് തന്നെ ആ ഒരു പ്രോഫിറ്റിനെ വീതിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടും ട്രഡീഷണൽ മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നമ്മൾ കൺസ്യൂമറിനെ ഒരുപാട് ഗുണം ചെയ്യുന്നത് അല്ലെ. ഇനി നമ്മൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്? അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് നോ സെറ്റപ്പ് കോസ്റ്റ് അല്ലെ. അത് തുടങ്ങാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചെലവുകളൊന്നും വരുന്നില്ല. നമ്മളൊരു എന്താ പറയാ ലാൻഡ് എടുക്കുന്നുണ്ടോ? നമ്മൾക്ക് ഒരു ബിൽഡിങ് കെട്ടാനായിട്ട് ഒരു സ്ഥലം, ഒരു ഭൂമി നമ്മൾ എടുക്കുന്നില്ല അല്ലെ. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഭീമമായിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ അവിടെ ഇറക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ലേബർ, നമുക്ക് ഒരുപാട് തൊഴിലാളികളുടെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തുടങ്ങാനായിട്ട് നമുക്ക് ചെലവുകൾ ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോസ് ഇല്ല, നമ്മളാണ് ഇതില് ബോസ്. അതുപോലെ തന്നെ നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല. അതുപോലെ നമുക്ക് ടാർഗറ്റുകളില്ല. നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ബിസിനസ് ചെയ്യാൻ പാടൂ എന്നുള്ള ഒരു ഏരിയ ലിമിറ്റ് നമുക്കില്ല. നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെയോ ആവശ്യം നമുക്കില്ല. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് റിട്ടയർമെന്റ് വരുന്നില്ല. ഓക്കെ. ഏതൊരു ബിസിനസ്സിലും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇവയൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം അല്ലെ. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെസ്റ്റോറന്റ് തുറക്കുകയാണ്. ഓക്കെ. ഒരു വ്യക്തി ഒരു റെസ്റ്റോറന്റ് തുറക്കുകയാണ്. ഞാൻ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഒരാളൊരു റെസ്റ്റോറന്റ് തുറക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ട് ഒരു ലാൻഡ് അല്ലെ, ഒരു ഭൂമി എടുത്ത്
അതിലൊരു ബിൽഡിങ് ചിലപ്പോ ഉണ്ടാക്കിയിട്ടായിരിക്കാം ആ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ റെന്റിന് നമ്മൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ലീസിനൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെസ്റ്റോറന്റ് തുടങ്ങാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഭീമമായിട്ടുള്ള തുക നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. നമുക്കിപ്പോ ഒരു റെന്റിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 തൊട്ട് ഒരു 2 ലക്ഷം വരെ നമുക്ക് അതിന്റെ റെന്റ് മാത്രം വരും. റെന്റ് മാത്രം കൊടുത്ത് നമ്മളൊരു ബിൽഡിങ് സ്വന്തമാക്കി കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് ആവുമോ? ഒരിക്കലും ഇല്ല. അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെസ്റ്റോറന്റിന്റെ ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇന്റീരിയർ വർക്കും ഫർണിച്ചറുകളൊക്കെ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരാറുണ്ട് അല്ലെ. അതിന്റെ ഉള്ളിൽ ഇരിക്കാനുള്ള ടേബിൾ, ചെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കൗണ്ടർ, കിച്ചൺ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പണി തീർത്ത് അതിനൊരു റെസ്റ്റോറന്റിന്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ലക്ഷങ്ങൾ, 3ഉം 4ഉം 5ഉം 10ഉം ലക്ഷങ്ങൾ ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് അത് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞു, ഇന്റീരിയറും കഴിഞ്ഞു, നമുക്ക് എക്യുപ്മെന്റ്സ് വേണം അല്ലെ. നമുക്ക് ഒരു കിച്ചൺ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓവൻ വേണം, നമുക്ക് സ്റ്റൗ വേണം, നമുക്ക് വലിയ വലിയ ഫ്രീസേഴ്സ് വേണം അല്ലെ. സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒരുപാട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിനും ഈ പറഞ്ഞ പോലെ 2 തൊട്ട് 5 ലക്ഷം വരെ ഒരു സാധാരണ ഒരു കഫേയുടെ കാര്യത്തിലൊക്കെയാണ് കേട്ടോ ഞാൻ ഇത് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾക്ക് ലൈസൻസ്, ഇതൊക്കെയും കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് വേണം, പെർമിറ്റുകൾ എടുക്കണം. ഇതിനും നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം വരെ നമുക്ക്, 50,000 രൂപ തൊട്ട് നമുക്ക് ലക്ഷങ്ങൾ നമുക്ക് ചെലവ് വരുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഇനീഷ്യൽ ഇൻവെന്ററി, നമ്മളിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെ, കുക്കുകളെ നമ്മൾ ലേബേഴ്സിനെ നമ്മൾ വെക്കണം, അവർക്ക് നമ്മൾ സാലറി കൊടുക്കണം, നമുക്കൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ തുടങ്ങണം, മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ കാശ് ചെലവാക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് 19 ലക്ഷം രൂപ നമുക്ക് എന്താവണ്, ചെലവ് വരികയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷമെങ്കിലും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു തട്ടുകട പോലും തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. നമുക്ക് എന്താണ്, കാശിന് അത്രയും ചെലവാണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെ. പക്ഷേ നമ്മളുടെ കമ്പനിക്ക് എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ലക്ഷങ്ങളുടെ കണക്കൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ലേബർ വേണ്ട, ക്യാപിറ്റൽ വേണ്ട, അതുപോലെ തന്നെ നമുക്ക് ഒരു സെറ്റപ്പ് കോസ്റ്റ് നമുക്ക് വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു ബോസ് ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു റെസ്റ്റോറന്റ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ബോസുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അല്ലെ. നമുക്ക് ഒരു എന്താ പറയാ, നമ്മളുടെ വരുമാനം നമ്മളുടെ കയ്യിലല്ല പലപ്പോഴും ഇരിക്കുന്നത്, അത് കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ അങ്ങനെയല്ല. നമ്മളാണ് ഇവിടെ ബോസ്, നമ്മളാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ബിസിനസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്ലാനാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, എന്റെ അണ്ടറിൽ വരുന്ന വ്യക്തികളിലേക്ക് ഞാൻ എന്താണ് എത്തിച്ചു കൊടുക്കേണ്ടത്, അവർക്ക് ഞാൻ ഏത് പ്ലാനിലൂടെയാണ്, എങ്ങനെ വേണമെങ്കിലും പല രീതികളാണ്. ഓരോ ടീമിനും പല രീതികൾ ആണ് ഒരു ബിസിനസ് ചെയ്യാനായിട്ട്. ഓരോ ആളുകളുടെയും ഐഡിയ ഓഫ് ബിസിനസ് ഡിഫറെന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ഇല്ല. നമ്മൾ പൊതുവെ നമ്മൾ കാണപ്പെടുന്ന പല ബിസിനസ്സുകളിലും ഇത്രയും ടാർഗറ്റ് നിങ്ങൾ കൊണ്ടുവന്നില്ല, ആ പറഞ്ഞ ടാർഗറ്റ് നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാസത്തെ അല്ലെ ആ ഒരു ആഴ്ചയിലെ വരുമാനം നിങ്ങൾക്ക് എന്താവുന്നതാണ്, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മളുടെ കമ്പനിയിൽ അങ്ങനെ ടാർഗറ്റുകളൊന്നുമില്ല. നിങ്ങൾ എത്രയാണോ വർക്ക് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. അതുപോലെ തന്നെ ഏരിയ ലിമിറ്റ്. ഇപ്പൊ ഞാൻ ഒരു റെസ്റ്റോറന്റിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോ, ആ ഒരു റെസ്റ്റോറന്റ് നിൽക്കുന്നതിന്റെ തൊട്ടു പരിസരങ്ങളിൽ കുറച്ച് കിലോമീറ്റേഴ്സ് ഒക്കെ വിട്ടിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളായിരിക്കും അവിടുത്തെ കസ്റ്റമേഴ്സ് അല്ലെ. പക്ഷെ നമ്മളുടെ കമ്പനി, ഇപ്പൊ ഞാനിപ്പോ ചാവക്കാടിലാണ് എന്റെ വീട് അല്ലെ, പക്ഷെ ചാവക്കാടുള്ള എനിക്ക് എവിടെ വേണമെങ്കിലും ടീം ഉണ്ടാക്കാം. എനിക്ക് മുംബൈയിൽ ഉണ്ടാക്കണോ എനിക്ക് ഉണ്ടാക്കാം, കോയമ്പത്തൂർ ഉണ്ടാക്കണോ എനിക്ക് ഉണ്ടാക്കാം, പഞ്ചാബിൽ ഉണ്ടാക്കണോ എനിക്ക് ഉണ്ടാക്കാം, എവിടെ വേണമെങ്കിലും. അതാണ് പറയുന്നത്, നമുക്ക് ഏരിയ ലിമിറ്റ് ഇല്ല. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ എത്രമാത്രം ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ടീമിനെ നമ്മൾ എത്രമാത്രം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മളുടെ ലിമിറ്റ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറന്റ് മേഖലയിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലാണ് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഹോട്ടൽ റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ലീഡേഴ്സും അല്ലെ, നമ്മള്
തന്നെ മോർണിംഗ് മീറ്റിൽ പല ലീഡേഴ്സിന്റെയും ലൈഫ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ആ ലൈഫ് സ്റ്റോറീസിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള എന്താണ്, എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, 4ാം ക്ലാസ്സും ഗുസ്തിയാണ്, 7ാം ക്ലാസ്സും ഗുസ്തിയാണ്, അല്ലെ? ഒരു 10ാം ക്ലാസ് പോലും പലപ്പോഴും എടുക്കാത്ത ഒരുപാട് ആളുകളാണ് ഇന്ന് വലിയ വലിയ വരുമാനങ്ങൾ ഇതിൽ നേടുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇതിൽ നമുക്ക് ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല. ക്വാളിഫിക്കേഷൻ പലപ്പോഴും നമ്മളൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ഒരിക്കലും നമ്മളൊരു സ്കൂൾ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. ആളുകളുമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഉള്ളതാണ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, സോ അത് ഒരിക്കലും സ്കൂൾ ബേസ്ഡ് അല്ല എന്നുള്ളത് നമ്മളുടെ കമ്പനിയിലുള്ള പല ലീഡേഴ്സും നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്, അല്ലെ? ഇനി അടുത്തതായിട്ട് നോ എക്സ്പീരിയൻസ്. നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമായിട്ടില്ല. നമ്മൾ ഒരിക്കലും ഇപ്പൊ ഈ പറഞ്ഞ ഞാനാവട്ടെ, ഈ കമ്പനിയിലുള്ള പല ആളുകളാവട്ടെ, ഡയറക്ട് സെല്ലിംഗ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളായിരിക്കില്ല ഒരിക്കലും ഈ ഒരു കമ്പനിയിലേക്ക് വരുന്നത്. എന്താണ് ഈ ഒരു ബിസിനസ് എന്ന് പോലും അറിയാത്ത പല ആളുകളുമാണ് ഈ ഒരു കമ്പനിയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അവര് മെല്ലെ മെല്ലെ പഠിച്ചെടുക്കുന്നതാണ് എന്താണ് ഡയറക്ട് സെല്ലിംഗ്. ഇതുപോലെയുള്ള മോർണിംഗ് മീറ്റുകളും ഹോം മീറ്റുകളും അതുപോലെ തന്നെ FSSകളും നമ്മളുടെ ലീഡേഴ്സ് നമുക്ക് എന്താ പറയാ, ഈ കിളിയമ്മ കിളിക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ കൊടുന്നു തരും ഓരോ പോയിന്റുകളായില്ലേ. അതുപോലെയാണ് നമ്മൾ ഓരോന്നും പഠിച്ച് പഠിച്ച് നമ്മൾ വളർന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഇപ്പൊ ഞാൻ ഇന്ന് ഇരുന്ന് സംസാരിക്കുന്നത് എന്റെ ഒരുപാട് ലീഡേഴ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പലതും ഞാൻ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് തരുന്നത്. അതെന്തുകൊണ്ടാ? അത് എനിക്ക് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എക്സ്പീരിയൻസും നമ്മൾക്ക് ഈ ഒരു കമ്പനിയിൽ ആവശ്യമായിട്ടില്ല. നമ്മൾക്ക് പഠിക്കണം എന്നുള്ള ഒരു മനസ്സാണ് നമുക്ക് ഇവിടെ ആവശ്യം. ഓക്കെ, അതുപോലെ തന്നെ നോ റിട്ടയർമെന്റ്. ഇത്ര ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവമേ നമ്മളുടെ കമ്പനിയിൽ വരുന്നില്ല. റിട്ടയർമെന്റ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, എനിക്ക് വേണ്ട, എനിക്ക് മതി എന്ന് തോന്നുന്നതാണ് നിങ്ങളുടെ റിട്ടയർമെന്റ്. ഈവൺ ഇഫ് നിങ്ങൾ ഇതിൽ നിന്ന് റിട്ടയർ ആവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നല്ലൊരു ടീമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെ ബെനിഫിറ്റ്സ് ആണ്, അല്ലെ? ഇതൊക്കെ ബെനിഫിറ്റ്സ് ആണ്. നിങ്ങളിപ്പോ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലെ? അതുപോലെ തന്നെ നമ്മളുടെ കമ്പനീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യണതാണ്. ഇപ്പൊ നമ്മളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്, AI-നോട് മെറ്റയിനോടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മളുടെ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ഗൂഗിളിൽ പറയുന്ന. ഗൂഗിളിലൊക്കെ വെറുതെ വരില്ല, അത്രയും ഡാറ്റാസ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് ആ ഒരു കൺഫർമേഷനിലേക്കൊക്കെ ഗൂഗിളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കമ്പനി 2013 സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ബ്രാഞ്ചസ് PUCസും സ്റ്റോഴ്സും നമുക്ക് ഇന്ത്യയിലും കേരളത്തിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് FICCയുടെ ഫിക്കിയുടെ മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് FDSAയുടെ മെമ്പർഷിപ്പ് ഉണ്ട്. നമുക്ക് ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡുകൾ നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിന് നമുക്ക് ഒരുപാട് വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് പല മേഖലകളിലും നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ട്, അല്ലെ? നമുക്ക് സപ്ലിമെന്റുകൾ ഉണ്ട്, ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്, നമുക്ക് ആഗ്രോ പ്രൊഡക്റ്റുകൾ ഉണ്ട്, പേഴ്സണൽ കെയേഴ്സ് ഉണ്ട്, നമുക്ക് ഫുഡ് ആൻഡ് ഗോർമെന്റ്സ് ഉണ്ട്, നമുക്ക് ഹോം കെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഉള്ള സാധനങ്ങളും നമ്മളുടെ ഈ ഒരു കമ്പനിയിൽ അവൈലബിൾ ആണ്, അല്ലെ? അതും നമുക്ക് പ്രീമിയം ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമുക്ക് ഹോൾസെയിൽ വിലയിൽ കിട്ടുന്ന ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധാരണ ഏതൊരു ബിസിനസ്സിനും കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ആണ് റീറ്റെയിൽ പ്രോഫിറ്റ്, അല്ലെ? നമ്മൾ ഹോൾസെയിലിനായിട്ട് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് എടുത്തും അത് നമ്മൾ റീറ്റെയിലിന് കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭത്തിനെയാണ് നമ്മൾ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മളൊരു 100 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുത്ത് അത് നമ്മൾ 125 വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 25 എന്നുള്ളതാണ് നമ്മളുടെ റീറ്റെയിൽ പ്രോഫിറ്റ്.
അപ്പൊ നമ്മൾ ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹോൾസെയിൽ വിലയ്ക്കും, ഇനി നിങ്ങൾ ഇത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടോ, MRPക്ക് കൊടുക്കുന്നുണ്ടോ, അത്രയും കാലം നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇനി നെക്സ്റ്റ്, വീക്ക്ലി ഇൻകം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പർച്ചേസിങ്ങിന് ഈക്വലന്റ് ആയിട്ടുള്ള ബിസിനസ് വോളിയം നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് കമ്പനിയിൽ G75ന്റെയും G35ന്റെയും പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെ കമ്പനികളാണ് നമ്മുടെ കമ്പനിയിൽ G75ഉം അതുപോലെ തന്നെ 35ഉം പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് എലമെന്റ്സ് വെൽനെസിന്റെയും ഓൺ ആൻഡ് ഓണിന്റെയും അതുപോലെ ആഗ്രോ നമ്മുടെ ഇന്ത്യ ഗ്രോന്റെയും പ്രൊഡക്റ്റുകളാണ് നമുക്ക് G75ലും, അതുപോലെ തന്നെ G35ല് നമുക്ക് ന്യൂ സ്റ്റാർ, ആഹാർ, MI ഹോം ഇങ്ങനെയുള്ള കമ്പനികളും ബ്രാൻഡുകളാണ് നമുക്ക് G35ല് വരുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ പെർസെൻറ്റേജ് കണക്കാക്കിയിട്ട് 75%ന്റെയും 35% ലാഭത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ മേടിക്കും, നമുക്ക് ബിസിനസ് വോളിയം കയറുന്നുണ്ട് അല്ലെ. ബിസിനസ് വോളിയം കയറുന്നതിലൂടെയും നമുക്ക് എന്താണ് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലാസ്റ്റിൽ പറയാം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് പെർഫോമൻസ് ബോണസ്. നമ്മളുടെ വർക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സെയില് നല്ല രീതിയിലാണ് നമ്മുടെ പെർഫോമൻസ് പോണുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പെർഫോമൻസ് ബോണസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോറി, സദക്കത്തുള്ള സാർ പറഞ്ഞിട്ടുണ്ട് MI DigiWorld നമുക്ക് G75ലാണ് വരുന്നത്. ഞാൻ വിട്ടുപോയതാണ്, സോറി കേട്ടോ. അപ്പൊ അതും കൂടി നോട്ട് ചെയ്യുക. അപ്പൊ 4 നമുക്ക് G75ല് വരുന്നത്. ഓക്കെ, സോ യെസ്, അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത്? യെസ്, നമുക്ക് പെർഫോമൻസ് ബോണസ് വരുന്നുണ്ട്, മന്ത്ലി ബോണസ് വരുന്നുണ്ട്, ലോയലിറ്റി ബോണസ്, അതുപോലെ തന്നെ നമുക്ക് റാങ്ക് ഇൻകം, ഓവർ റൈഡിംഗ് ബോണസ്, റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്സ്, ഫോറിൻ ട്രിപ്സ്, അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നോമിനേഷൻ ഫെസിലിറ്റി. നിങ്ങൾ ഏതൊരു ബിസിനസ് ആവട്ടെ, നിങ്ങൾ ഏതൊരു പ്രൊഫഷൻ ആവട്ടെ, കൂടുതലായിട്ട് എനിക്ക് പ്രൊഫഷനെ ഫോക്കസ് ചെയ്ത് പറയാം. നിങ്ങൾ ഇപ്പൊ ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിചാരിക്കുക, മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ എത്ര നിങ്ങൾ ഇൻകം, നിങ്ങൾ എത്ര സാലറി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടി പഠിച്ചൊരു ഡോക്ടർ ആയാൽ മാത്രമാണ് ആ കുട്ടിക്കും ആ ഒരു വരുമാനം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അല്ലാതെ എന്റെ അച്ഛൻ ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് മാസം എന്തെങ്കിലും വരുമാനം വരുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഒരു പ്രൊഫഷൻ ബേസ്ഡ്, എത്ര വലിയൊരു പ്രൊഫഷൻ ആണെങ്കിലും ആ ഒരു വ്യക്തി അത് നേടിയെടുത്താൽ അദ്ദേഹത്തിനാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. എന്നാൽ നമ്മളുടെ കമ്പനിയിൽ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഈ ഒരു കമ്പനിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു ടീം നമ്മൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 തലമുറയിലേക്ക് നമുക്ക് ഈ ഒരു വരുമാനത്തിനെ നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളുടെ ഫാമിലിക്കും നമ്മളുടെ ഇനി വരുന്ന തലമുറയ്ക്കും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഐഡിയ അടിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹൂസ് യുവർ നോമിനി? ആരാണ് നിങ്ങളുടെ നോമിനി? ആ വ്യക്തി ആയിരിക്കും നിങ്ങളുടെ കാലശേഷം ആ ഒരു ബിസിനസിന്റെ അവകാശി. ആ വ്യക്തിക്കും നല്ല രീതിയിൽ തന്നെ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചിരുന്ന വരുമാനവും അത് കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മേടിച്ചതിനേക്കാൾ കൂടുതൽ വരുമാനവും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് പിന്നെ ആ ഒരു വ്യക്തിയും ഇതിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനോടും ചോദിക്കും ആരാണ് നോമിനി എന്ന്. അങ്ങനെ നമുക്കിത് കുറച്ച് ജനറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് കൈമാറാനായിട്ട് സാധിക്കുന്ന വളരെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഒരു ബിസിനസ്സിലേക്ക് നമ്മൾക്ക് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതില് രജിസ്റ്റർ ചെയ്യുക, ഇതിൽ നമ്മൾ അംഗമാവുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലും നമുക്ക് വേറൊരു പോസിറ്റീവ് കാര്യം വരുന്നത്, നമുക്ക് ഇതിൽ രജിസ്ട്രേഷൻ ഫീസ് ഒന്നും വരുന്നില്ല. ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സൈൻ ഓഫ് MI ലൈഫ് സ്റ്റൈൽ ആണ്, നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. പല കമ്പനികളും രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിനും രൂപകളാണ് ആളുകളിൽ നിന്ന് ഈടാക്കുന്നത്. പക്ഷെ നമ്മളുടെ കമ്പനി അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എത്ര രൂപക്ക് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. അതിന് നമുക്കൊരു ലിമിറ്റ് ഒന്നും വെക്കാനായിട്ടില്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിലേക്ക്, നിങ്ങളുടെ ഫാമിലിയിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മോർണിംഗ് മീറ്റ്, ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് മീറ്റ് നിങ്ങൾ സ്ഥിരമായി ജീവിതത്തിൽ നിങ്ങൾ ഒരു ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് വോളിയത്തിന്റെ കാര്യമൊക്കെ. അപ്പൊ അതിൽ നമുക്കറിയാം, നമ്മൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് നമ്മൾക്കൊരു 5,000 റുപ്പീസിന്റെ പർച്ചേസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു 3,750 BV നമുക്ക് ഓർഗനൈസേഷൻ 1ലും, നമുക്ക് 3 ഐഡികളാണ് മെയിൻ ഐ ഡി. ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2 ഐഡി ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മളുടെ കമ്പനി ഒരു ബൈനറി ഹൈബ്രിഡ് പ്ലാൻ ആണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 2 സൈഡിലും മാച്ചിങ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വരുമാനം എപ്പോഴും നമ്മളുടെ വീക്ക്ലി ഇൻകം നമുക്ക് വരുന്നത്. സോ നമ്മളുടെ 3,750 ബിസിനസ് വോളിയത്തിന്റെ 12% പ്രോഫിറ്റ് ആണ് നമുക്ക് വീക്ക്ലി ഇൻകം ആയിട്ട് വരാറ്, അല്ലെ? അപ്പൊ നമ്മളുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏകദേശം ഒരു 5,000 രൂപയുടെ പർച്ചേസ് നടത്തുന്ന അല്ലെങ്കിൽ 450 രൂപ വരുമാനം നേടുന്ന ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ 1ലും 2ലും ഒരു വ്യക്തി 5,000 രൂപക്ക് പർച്ചേസ് നടക്കുമ്പോഴാണ് നമുക്ക് 450 നമുക്ക് വരുമാനം വരുന്നത്, അല്ലെ? അതുപോലെ നമ്മളുടെ ഓർഗനൈസേഷൻ 1ൽ ഒരു 4,100 ആളുകൾ, ഓർഗനൈസേഷൻ 2ൽ 4,100 ആളുകളും സെയിം പർച്ചേസ് 5,000 രൂപക്ക് തന്നെ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? 17,50,000 ബിസിനസ് വോളിയം നമ്മളുടെ ഓർഗനൈസേഷൻ 1ലും 2ലും കിട്ടും. അപ്പോഴാണ് നമ്മളുടെ സീലിംഗ് ആയിട്ടുള്ള നമ്മളുടെ എമൗണ്ട് ആയിട്ടുള്ള 2,10,000 രൂപ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഞാനിത് വളരെ ചുരുക്കി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു തുടക്കക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ലെ? അപ്പൊ ഏറ്റവും ചുരുക്കിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് തോന്നും, എന്ത് 2,10,000 രൂപക്ക് ഇതിൽ മേടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും, അല്ലെ? അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ മോർണിംഗ് മീറ്റ് കാണുക എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ ഈ 2,10,000 മേടിച്ച പല ലീഡേഴ്സിന്റെയും വാക്കുകൾ നമുക്ക് നേരിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 2,10,000 രൂപ നിങ്ങൾക്ക് ആഴ്ചയിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും. യാതൊരു വക സംശയമില്ല. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങളുടെ ലീഡേഴ്സിന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം, ടീം വർക്കിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ. ഇനി നമ്മളുടെ ലീഡേഴ്സിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ബിസിനസിനെ കുറിച്ചിട്ട് നമ്മളൊരു വ്യക്തിയോട് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ലീഡേഴ്സ് മറക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ അപ്പിയറൻസ്. ഒരു വ്യക്തി ഒരു ബിസിനസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അപ്പിയറൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളിപ്പോ ഒരു എന്താ പറയാ ഒരു സാധാ ഒരു കള്ളിമുണ്ടും ഒരു ടീഷർട്ടും ഇട്ടിട്ട് നിങ്ങൾ 2,10,000 ബിസിനസ് പറയാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാല് നിങ്ങളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഡിഫറെന്റ് ആണ്, അല്ലെ? നമ്മൾ എന്താ വിചാരിക്കുക, എന്റെ വീട്ടിലേക്ക് ഒരു വ്യക്തി ഇതുപോലെ വന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു സ്റ്റോറി പറയുമ്പോൾ ഞാൻ ഒബ്വിയസ്ലി വിചാരിക്കുക, ഞാൻ എന്തിനാണ് ഇദ്ദേഹം പറയണത് കേൾക്കുന്നത്? ഇദ്ദേഹത്തിന്റെ വേഷവിധാനം തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇദ്ദേഹം ഇത് നേടിയെടുക്കണില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു വക അറിവുമില്ല എന്നുള്ളത്. അപ്പൊ നമ്മളുടെ അപ്പിയറൻസ് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ നീറ്റ് ആയിട്ട് നമ്മൾ വസ്ത്രം, ഞാൻ പറയണ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനെന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ ഇടുന്ന വസ്ത്രം വൃത്തിയുള്ളതായിരിക്കുക. അതുപോലെ തന്നെ അയേൺ ചെയ്ത് വളരെ നീറ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ബോഡി ഫിറ്റ് ആയിട്ട് നിങ്ങളെ ബോഡിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഉള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ്, പച്ച, മഞ്ഞ അങ്ങനെയുള്ള കളറുകളൊക്കെ ഒഴിവാക്കി കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് ലൈക്ക് കറുപ്പ്, വൈറ്റ്, അതുപോലെ കാപ്പി, കരിനീല, ക്രീം, ഇങ്ങനെയുള്ള ഷെയ്ഡുകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണലിസം തോന്നും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ സ്ലീവ് ഷർട്ട്, അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഫിറ്റഡ് പാൻസ്, അതാണ് നോർമലായിട്ട് നമ്മൾ ധരിക്കാറുള്ളത്, അല്ലെ? അത് ധരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലൂസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളതും ധരിക്കാതെ കറക്റ്റ്
ബോഡി ഫിറ്റിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഭയങ്കര മെസ്സി ആവാതെ വളരെ വൃത്തിയായിട്ട് ഹെയർ സ്റ്റൈൽ നിങ്ങൾ ഫേസ് ആണെങ്കിലും ട്രിം ചെയ്ത് ഫേസ് ഒക്കെ നല്ല വൃത്തിയിൽ ബിയേർഡും അതുപോലെ തന്നെ നിങ്ങളെ താടിയും മീശയൊക്കെ നല്ല സെറ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് നിങ്ങൾ എപ്പോഴും അപ്പിയറൻസ് നിങ്ങൾ കീപ്പ് അപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ ഒരു വാച്ച് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് അതൊരു ഫോം ഓഫ് ഇൻഡിക്കേഷൻ ആണ്. നമ്മളൊരു വ്യക്തിക്ക് നമ്മളുടെ ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ അദ്ദേഹം എന്താ പറയാ സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് വാച്ച് കെട്ടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് തോന്നും. അതൊരു എന്താ പറയാ വിഷ്വൽ എന്താ പറയാ ഇൻഫർമേഷൻ എന്നൊക്കെ പറയാൻ പറ്റും. നമുക്ക് കാണുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു 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 അപ്പിയറൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പൊ വാച്ച് അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയാ ഫോർമൽ ആയിട്ടുള്ള വാച്ചുകൾ, ബ്ലാക്ക് സ്ട്രാപ്ഡ് ആയിട്ടുള്ള വാച്ച്, സിൽവർ ചെയിൻ യൂസ് ചെയ്തിട്ടുള്ള വാച്ച്, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാച്ച് അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള വാച്ചുകൾ പ്രിഫർ ചെയ്യുക. കൂടുതൽ ഡിജിറ്റൽ അല്ലാതെയുള്ള അനലോഗ് വാച്ചസ് ആയിരിക്കും കൂടുതൽ ഫോർമൽ ലുക്കിന് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് എപ്പോഴും നിങ്ങളുടെ ഷൂവിനോട് മാച്ച് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ബ്ലാക്ക് ഷൂസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ബെൽറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷൂസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർമൽസും അതുപോലെ തന്നെ ഫോർമൽ ഷൂസും സോക്സും നിർബന്ധമായിട്ട് നിങ്ങൾ വെയർ ചെയ്യണം. അതുപോലെ ഇപ്പൊ ഇതാണ് പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ഇനി സ്ത്രീകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ പാൻസും ഷർട്ട്സും യൂസ് ചെയ്യാം. പക്ഷെ നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെ നമ്മളുടെ കേരള കൾച്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ഡ്രസ്സിങ് പ്രിഫർ ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ വസ്ത്രം ധരിക്കുന്നത് ആ വസ്ത്രത്തിന്റെ കളറുകൾ ഈ പറഞ്ഞ പോലെ ന്യൂട്രൽ ഷെയ്ഡുകൾ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നിങ്ങൾ എന്താ പറയാ ബ്രൈറ്റർ ഷെയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടി കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള, അപ്പൊ എന്താ പറയാ ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് റോസ്, ലൈറ്റ് ഓറഞ്ച്, അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഒഴിവാക്കുക. അത് നമ്മളുടെ അറ്റൻഷന് എന്താ പറയാ ഡ്രസ്സിലേക്കായിരിക്കും ശ്രദ്ധ, നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് പലപ്പോഴും ശ്രദ്ധ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂട്രൽ കളേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളും ബോഡി ഫിറ്റിംഗ് ആയിട്ട് നല്ല വൃത്തിയിൽ വസ്ത്രം ധരിക്കുക. ഭയങ്കരമായിട്ടുള്ള വർക്കുള്ള ഡ്രസ്സൊന്നും ഒരിക്കലും ഇടരുത്. സിംപ്ലിസിറ്റിയോട് കൂടി സിമ്പിൾ അറ്റയർ ചൂസ് ചെയ്യാം. ഷൂസ് ഈ പറഞ്ഞ പോലെ ഫോർമൽ ഷൂസ് വെയർ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോ ഹീൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ്സ് യൂസ് ചെയ്യാം. സോക്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിനിമൽ ഓർണമെന്റ്സ്, നിങ്ങൾ എന്താണോ ധരിക്കുന്നത് അത് മിനിമൽ ആയിട്ടുള്ളത് ധരിക്കുക. അതൊരു 4 or 5 ഓർണമെന്റ്സിൽ ചുരുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഹെയർ വളരെ നീറ്റ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾ സ്കാർഫ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ സ്കാർഫ് നല്ല വൃത്തിയിൽ കുത്തി അത് ഇളകി പോരാ. ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഷോൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോൾ ഒരു 10-20 പ്രാവശ്യമെങ്കിലും താഴെ വീഴും അല്ലെ. അത് നമ്മൾ പിന്നെ എടുത്തിടുമ്പോ എന്താണ് അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ് വരുന്നത്. സോ നമ്മളത് നീറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നീറ്റായിട്ട് വെയർ ചെയ്യുക. ഇങ്ങനെ ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിലാണ് നിങ്ങൾ പോയിട്ട് ബിസിനസ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന വ്യക്തി നിങ്ങൾ ആരെയാണോ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി വളരെ പ്രൊഫഷണലിസത്തോടു കൂടിയാണ് നമ്മളെ കാണുന്നത്. നമ്മൾ പറയുന്ന കാര്യം അത്രയും സീരിയസ്നെസ്സോട് കൂടിയിട്ട് ആ വ്യക്തി എടുക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോ ഞാനിപ്പോ പുരുഷന്മാരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി ഫോർമലായിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക സ്യൂട്ടോ ബ്ലേസറോ ഒക്കെ യൂസ് ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടി ആ ഒരു പ്രൊഫഷണലിസം കൂടും അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അറ്റയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ രൂപത്തിനെ തന്നെ മാറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മളുടെ ഒരു എത്ര വലിയൊരു ലീഡർ ആവട്ടെ, നമ്മൾ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഒരു മീറ്റിങ്ങിൽ സാധാരണ ഒരു കള്ളിമുണ്ടും അല്ലെങ്കിൽ സാധാ ഒരു മുണ്ടും ടീഷർട്ടും ഒക്കെ എടുത്ത് വന്ന് നമ്മളോട് ക്ലാസ് എടുക്കുന്നതും ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എന്താ പറയാ ഒരു ഫോർമൽ വെയേഴ്സിലൊക്കെ വന്നിട്ട് സംസാരിക്കണം. നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാടിലെ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. മറ്റേതാവുമ്പോൾ നമ്മൾ അത്രയും സീരിയസ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ എടുക്കില്ല. സോ അപ്പിയറൻസ് ഇസ് എ ബിഗ് തിങ്. സോ എപ്പോഴും നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങൾ കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ആളുകൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ലുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ
നമ്മളുടെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളൊരു ലീഡർഷിപ്പോട് കൂടി മുന്നോട്ട് പോകുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം. ബിക്കോസ് ഇപ്പൊ നമ്മള് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മളുടെ മുകളിലുള്ള ലീഡേഴ്സിൽ നിന്നാണ് അല്ലെ. നമ്മളുടെ മുകളിലുള്ള ലീഡേഴ്സ് ഇപ്പോ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മുകളിലുള്ള ലീഡേഴ്സ് ഇപ്പൊ എല്ലാ റാങ്കിലുള്ളവരും ഉണ്ടായിരിക്കും. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റൂബി TC റാങ്കിലൊക്കെ ഉള്ള വ്യക്തികൾ അവരുടെ ലീഡേഴ്സ് ആയിട്ട് കാണാം. അതിന് മുകളിലുള്ള ഓരോ ലീഡേഴ്സ് ഓരോ സെക്ഷൻ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ITC, അതുപോലെ തന്നെ STC, അതുപോലെ തന്നെ TC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെപ്പറേഷൻ വരുന്നു. ഇതൊരു ചെയിന് പോലെയാണ്. ഈ ഒരു ചെയിനില് നമ്മൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെല്ലി സാറിനെ കുറിച്ച് ഞാൻ പറയാം. ബെല്ലി സാർ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആർക്കായിരിക്കും? STC ലീഡേഴ്സിനായിരിക്കും, അല്ലെങ്കിൽ RTC ലീഡേഴ്സിനായിരിക്കും. RTC ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവരുടെ താഴെയുള്ള TC വരെയുള്ള ലീഡേഴ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഈ TC ആയിട്ടുള്ള ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടർ വരെയുള്ള ലീഡേഴ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. സോ ദിസ് ഇസ് എ ചെയിൻ. ഈ ഒരു ചെയിനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ് ചെയ്യുന്നത്? ബ്രേക്ക് ആവാണ്. അപ്പോ പലപ്പോഴും നമ്മളുടെ ആ ഒരു മുകളിലുള്ള ലീഡേഴ്സ് പറയുന്ന ഇൻഫർമേഷനെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് താഴെയുള്ള ലീഡേഴ്സിന് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടാത്ത അവസ്ഥകൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തി പറയുന്ന വിഷയത്തിനെ കുറിച്ച് കേൾക്കുന്നതും അതുപോലെ തന്നെ ആ കേട്ട വിഷയത്തിനെ മനസ്സിലാക്കുന്നതും അതിനൊരു മറുപടി കൊടുക്കുന്നതും അതാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു ലീഡർ, ഞാനിപ്പോ ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ എന്റെ താഴെ വന്നിട്ടുള്ള ഒരു ലീഡർ എന്നോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ കൃത്യമായി എന്താണ് ആ വ്യക്തി ചോദിക്കുന്നത് എന്നുള്ളത് ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചോദിക്കണതിന്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ അങ്ങോട്ട് മറുപടി പറയുക, അതൊരിക്കലും ഒരു നല്ല ലീഡർഷിപ്പിലുള്ള ഒരു കാര്യമില്ല. ലിസണിങ് പവർ ഇസ് എ ഇമ്പോർട്ടന്റ് തിങ്. നിങ്ങൾ ശ്രദ്ധിക്കണം അവരെന്താണ് പറയണത് എന്നുള്ളത് കേട്ട് മനസ്സിലാക്കിയിട്ട് എന്താണോ അവർക്ക് ആവശ്യം എന്നുള്ളതായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഓക്കെ, നമുക്ക് എന്തോ കാര്യം പറയാനുണ്ട് അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള, അവർക്ക് എന്താണ് ആവശ്യം, അറിയാൻ ആവശ്യമുള്ളത് നമ്മൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷനും ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മളിപ്പോ ഈ ഒരു കമ്പനീനെ കുറിച്ച് ഇപ്പൊ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനീനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനി ആണോ എന്ന് നോക്കാം. നമ്മളുടെ കമ്പനി MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഒരു പാരന്റൽ കമ്പനി ഉണ്ട് എന്നും ആ ഒരു പാരന്റൽ കമ്പനിയുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു സെക്ടറിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ. MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ബിഗിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു പാരന്റൽ കമ്പനിയുള്ള ഒരു ബിസിനസ് ആണ് നമ്മളുടേത്. അതുപോലെ തന്നെ നല്ല ലീഡേഴ്സ് ആണ്, ആ കാര്യത്തിൽ യാതൊരു വക സംശയമല്ല. AIGയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മറ്റുള്ള ലീഡേഴ്സിന്റെ കാര്യം എനിക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ പറയാത്തത്. AIGയിലുള്ള ലീഡേഴ്സ് ഒക്കെ വളരെ 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 പെർഫെക്റ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും അതുപോലെ തന്നെ കൃത്യസമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനും സപ്പോർട്ടും നൽകുന്ന വളരെ നല്ല ലീഡേഴ്സ് ആണ്. അപ്പൊ ലീഡർഷിപ്പ് നല്ലതാണോ എന്ന് നോക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പ്രൊഡക്റ്റുകളാണോ. പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും നമുക്ക് സംശയമൊന്നുമില്ല അല്ലെ. പലപ്പോഴും ഒരു 98% ആളുകളും ഈ ഒരു കമ്പനിയിലേക്ക് വരുന്നത് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കൊണ്ടാണ് അല്ലെ. അപ്പൊ അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മളുടെ കമ്പനി നമുക്ക് വിൽപ്പന ചെയ്യുന്നത്. അപ്പൊ ആ കാര്യത്തിലും നമുക്ക് യാതൊരു വക സംശയവുമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട ലാസ്റ്റ് കാര്യം എന്ന് വെച്ചാല് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഒറ്റക്ക് വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാല് നിങ്ങൾ എത്ര കാലമാണ് ഈ ഒറ്റക്ക് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങളുടെ വരുമാനം വളരെ ചുരുങ്ങിയാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ നല്ലൊരു ടീമിനെ നിങ്ങൾ ഇതിൽ വന്നിട്ട് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ നമുക്കെല്ലാവർക്കും എന്താണ് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും, ഫാമിലി, ഫ്രണ്ട്സ്, നൈബേഴ്സ്, നാട്ടുകാര്, ഒരുപാട് ഒരു ദിവസത്തിൽ നമ്മൾ എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു, എത്രയോ പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നു അല്ലെ. ഈ ആളുകളിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. ചിലപ്പോ നമ്മളൊരു 5 ആളുകളിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു ബിസിനസ് എത്തിച്ചിട്ടുണ്ടായിരിക്കുക. ഈ 5 ആളുകളിൽ ഒരാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി മതി അതൊരു 5000 ആളിലേക്ക് എത്തിക്കാനായിട്ട്.
അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഫാമിലികളിലേക്കും നമ്മളുടെ നൈബേഴ്സിലേക്കും നമ്മളുടെ ഫ്രണ്ട്സിലേക്കും നമ്മൾ എപ്പോഴും എത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ കമ്പനി, നമ്മളുടെ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ആദ്യത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ലിസ്റ്റ് മേക്കിംഗ് ആണ് അല്ലെ. ലിസ്റ്റ് മേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ അറിവിലുള്ള, നമ്മൾ പറഞ്ഞാൽ കേൾക്കാവുന്ന ആളുകളിലേക്ക് നമ്മൾ ആ ഒരു പേര് എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസം അവരെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച്, നമ്മളുടെ ബെന്നി സാറ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വേ ഓഫ് ബിസിനസ് ഇൻട്രൊഡക്ഷൻ ആണ് 1-to-1 അല്ലെ 1-on-1 എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഡയറക്റ്റ് ഇരുന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബിസിനസ് പറഞ്ഞു വരുന്നത്. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ് കോഡിനെ കുറിച്ചും നമ്മൾ പെരുമാറുന്നതിനെ കുറിച്ചും ഒക്കെ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു 1-on-1 നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എന്താ പറയാ, അങ്ങനെയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹോം മീറ്റിങ്ങുകൾ വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. ബിസിനസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫോണിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഞാൻ വല്ലാതെ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കില്ല. ബിക്കോസ് അതൊരു ഫോർമൽ വേ ആണോ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ ആയിട്ടുള്ള വേയിലൂടെ ആണെങ്കിൽ, ഫോർമൽ ആയിട്ടാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാ ഒരു വ്യക്തിനായിട്ട് സംസാരിക്കുന്നത്. ചിലപ്പോൾ അവർ ഏതൊരു ഇമോഷനിലാണ് ഇരിക്കുന്നത്, ഏത് മൂഡിലാണ് ഇരിക്കുന്നത്, അവരിപ്പോ കേൾക്കാൻ താല്പര്യമുള്ള ഒരു സിറ്റുവേഷനിലാണോ ഒന്നും നമുക്കറിയില്ല അല്ലെ. നമ്മൾ വിളിച്ചിട്ട് പറയണ ആലു എന്താണ് വിശേഷം, ഞാനൊരു ബിസിനസ്സിന്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഒരു പേഴ്സണൽ ഒരു റിലേഷൻ ആദ്യം ബിൽഡ് ചെയ്യണം. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷനെ നിങ്ങൾ ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു ഈ ഒരു ബിസിനസിനെ കുറിച്ച് നിങ്ങൾ പറയാനായിട്ട്. എപ്പോഴും റിലേഷന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തതിന് ശേഷം ബിസിനസിന്റെ കാര്യം പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എന്താ പറയാ റോബോട്ടിക് ആയി മാറും. നമ്മൾ ബിസിനസിനും വരുമാനത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് ഒരിക്കലും മാറരുത്. നമ്മളുടെ റിലേഷൻസും അതുപോലെ തന്നെ ബിസിനസ്സും നമ്മൾക്ക് എപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ലിസ്റ്റ് മേക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളിലേക്ക് നമ്മൾ ഈ ഒരു ബിസിനസിനെ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അവര് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യാത്തത് സെക്കൻഡ് തിങ്, പക്ഷെ നമ്മൾ അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, എന്താണ് ബിസിനസ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാല്, നിങ്ങൾ എപ്പോഴും ഒരു വ്യക്തിയിലേക്ക് ഒരു ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളോടൊരു വ്യക്തി ഇതേ ബിസിനസ് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ കൺസെപ്റ്റ്? നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ അവരെയും കാണാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഒരു ബിസിനസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആ ബിസിനസ്സിൽ എന്തൊക്കെയാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ ആയിരിക്കും അവരുടെയും സംശയങ്ങൾ. പലപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ അവരിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പലപ്പോഴും ബിസിനസ് പറയാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾക്ക് 2,10,000 കിട്ടും എന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോണില്ല. വിശ്വസിക്കാൻ പറ്റുന്ന ഫിഗേഴ്സ് പറഞ്ഞ് നിങ്ങൾ തുടങ്ങുക. ഓക്കെ, പക്ഷെ ഞാൻ ഫസ്റ്റ് മീറ്റിങ്ങിലൊക്കെ ഒരു 2-3 മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2,10,000 മേടിക്കുന്ന ലീഡേഴ്സിനെ കാണിച്ചു കൊടുത്ത് നിങ്ങൾ എന്താക്കുക, അവരെ കൺവിൻസ് ചെയ്യണം. ഇത് മേടിച്ചെടുക്കാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മളുടെ മടി അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ എന്താ പറയുക പിന്നിലേക്ക് പോകുന്നതാണ്. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മളുടെ ഫേമസ് റൈറ്റർ പൗലോ കൊയ്ലോന്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്, ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. ആ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആട് മേയ്ക്കുന്ന ഒരു കുട്ടിയുടെ ഒരു കഥയാണ് അതിൽ പറയുന്നത്. ആ ഒരു ആട് മേയ്ക്കുന്ന ഒരു സാന്റിയാഗോ ഒരു നിധി തേടിയിട്ട് ഒരു യാത്ര പോവാണ്. ഈജിപ്ഷ്യൻ പിരമിഡ്സിലേക്കാണ് ആ ഒരു യാത്ര പോകുന്നത്. ആ ഒരു യാത്രയില് ആ ഒരു നിധി തേടിയുള്ള ആ ഒരു യാത്രയിൽ അദ്ദേഹം ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട്, ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി പോയിട്ട് അവസാനിക്കുന്നത് എന്ന് വെച്ചാല് ഈ ഒരു നിധി, സത്യത്തിൽ ആ ഒരു നിധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ നാട്ടിലുള്ള ഒരു നിധിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ നിധി തേടി അദ്ദേഹം യാത്ര ചെയ്തതിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു യാത്രയിൽ നിന്ന് അദ്ദേഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി എന്നാണ്. അപ്പൊ നമ്മള് ഈ ഒരു പ്രോസസ്സ്, നമ്മൾ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് നമ്മൾ വന്നിട്ട് കുറെ ആളുകൾ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വന്നെങ്കിൽ കൂടി എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റണില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനേക്കാൾ നല്ലൊരു ബിസിനസ് ഞാൻ തിരയുകയാണ് എന്ന് പറയുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാന്റിയാഗോന്റെ അതേ അവസ്ഥയാണ് അവരുടെ കയ്യിലുള്ള അല്ലെ അവരുടെ തൊട്ടടുത്തുള്ള ഒരു നിധിയെ അവര് മനസ്സിലാക്കാതെ
ഒരു വലിയ വലിയ യാത്രകൾ പോകാനയച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബിസിനസിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. എന്തൊരു കാര്യം നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ വ്യക്തമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം നിങ്ങൾ റിജക്റ്റ് ചെയ്യുക. അല്ലാതെ എനിക്ക് അറിയില്ല, ആ ഒരു ബിസിനസിനെ കുറിച്ച് നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, അതിന്റെ ബിസിനസ് പ്ലാൻ എന്താണെന്ന് അറിയില്ല, അതിലുള്ള പ്രൊഡക്റ്റുകൾ എന്താണെന്ന് അറിയില്ല, അതിന്റെ ലീഡർഷിപ്പ് എന്താണെന്ന് അറിയില്ല, ഒന്നും ഇൻകം പ്ലാനും ഒന്നും അറിയില്ല, പക്ഷെ ഈ ബിസിനസ് മോശമാണ് ഇങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ മനസ്സിലാക്കിയിട്ട് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം റിജക്റ്റ് ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ കമ്പനിക്ക് റിജക്ഷൻ ഉണ്ടായിരിക്കില്ല. അത്രയും നല്ലൊരു കമ്പനിയാണ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി നമുക്ക് നൽകുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇന്ന് നമുക്ക് സമൂഹത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ജോബ് വേക്കൻസി, അല്ലെ? പല ആളുകൾക്കും തൊഴിലില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലാത്ത ആളുകളൊക്കെ ഗൾഫിലേക്ക് പോവാണ്. ഈ ഗൾഫിൽ പോയിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ 3/4 അവിടെ കഷ്ടപ്പെട്ട് എന്താ പറയാ ഒരുപാട് ഫാമിലീനൊക്കെ വിട്ടു നിന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവർ ബുദ്ധിമുട്ടി അവരവിടെ ജീവിച്ചിട്ട് പിന്നെ വയസ്സാവുന്ന സമയത്ത് അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എന്താ പറയാ അപ്പോഴും ഇത്രയും കാലം അവർ വർക്ക് ചെയ്തിട്ട് അവർക്കൊന്നും ഉണ്ടാവില്ല. ഒരു മിച്ചം വെക്കാനായിട്ട് എന്താ പറയാ ഒരു സേവിങ്സ് എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു ജീവിതം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കമ്പനി ഈ ഒരു പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് തുടങ്ങിക്കൊണ്ട് തന്നെ നമ്മളുടെ ഫുൾ ടൈം ജോബ് ആയിട്ട് നമുക്ക് മെയിൻ ഇൻകം ആക്കി മാറ്റാൻ പറ്റുന്ന ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വക ബോധമില്ലാതെ നിങ്ങൾ ഒരു വ്യക്തിയോട് പോയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഒരിക്കലും പറയരുത്. അത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കാതെ എങ്ങനെയാണ് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക? അപ്പൊ നിങ്ങൾ ആദ്യം സ്റ്റഡി ചെയ്യുക, നല്ലൊരു ലീഡർഷിപ്പിൽ പോവുക, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക, പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളേജ് ഉണ്ടായിരിക്കുക. ഓരോ പ്രൊഡക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ ആകെ 4-5 പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്ന, നിങ്ങൾ അത് മാത്രം സെയിൽ ചെയ്യും. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് മാത്രം സെയിൽ ചെയ്യും. അങ്ങനെ നിങ്ങൾ മെല്ലെ മെല്ലെ ഇതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വീട്, കാറ്, സന്തോഷമുള്ള ഒരു ഫാമിലി, അല്ലെ? ഇതൊക്കെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ ഒരു കമ്പനിയിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന വലിയൊരു കുടുംബം നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? നമുക്കൊന്ന് വയ്യാതായ വിളിച്ചു ചോദിക്കാൻ ഒരു 100 ആളുകൾ ഉണ്ടാവും. സത്യമായിട്ട് പറയണേ, എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നതാണ്. എനിക്ക് എന്റെ സൗണ്ട് ഒന്ന് മാറിക്കഴിഞ്ഞാല് ഗ്രൂപ്പിൽ എന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കുറെ പേഴ്സണൽ മെസ്സേജ് എനിക്ക് വരും, ഷാന മാഡം എന്താ പറ്റിയത്, എന്താ സൗണ്ട് മാറിയിരിക്കണെന്ന് വെച്ചിട്ട്. ദാറ്റ് ഈസ് എ വേ ഓഫ് കണക്ടിങ് വിത്ത് പീപ്പിൾ. പിന്നെ എനിക്ക് വേറൊരു വിഷയം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ടൈപ്പ് ഓഫ് പീപ്പിൾസിനെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെ? എന്താ പറയാ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് പറഞ്ഞത് തന്നെ പിന്നെയും 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 പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് അങ്ങനെ ഉണ്ടായിരിക്കാം. ചില ആളുകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടാവും. പല ടൈപ്പ് ഓഫ് പീപ്പിൾസിനെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അവർക്കനുസരിച്ച് നമ്മൾ മാറണം. ആ ആളുകൾക്കനുസരിച്ച് നമ്മൾ സംസാരങ്ങളെയും അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയേഴ്സിനെയും നമ്മൾ ചേഞ്ച് ചെയ്യണം. ആ ആൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. അപ്പൊ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കണം, ഓരോ ലീഡേഴ്സും ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അണ്ടറിൽ വന്നിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാം. നിങ്ങൾ അവരെ എത്രത്തോളം നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു, എത്ര ബഹുമാനിക്കുന്നു, എത്ര അവരോട് താഴ്മയായിട്ട് നല്ല വളരെ വിനീതമായിട്ട് നിങ്ങൾ പെരുമാറുന്നു, അത്രയും നിങ്ങൾക്ക് മാത്രമായിരിക്കും അതിന്റെ വിജയം. അത് ഇന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ, നാളെ നിങ്ങൾക്ക് അതിന്റെ വിജയം നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് അങ്ങനെയുള്ള ഒരു ലീഡറിന് മാത്രമാണ് ഈ ഒരു ബിസിനസ്സിൽ മുന്നേറാൻ പറ്റുള്ളൂ. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ അണ്ടറിലുള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ 100% നമുക്ക് ഇങ്ങോട്ട് തരും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ ഈ ഒരു കോൺടെസ്റ്റ്, ഇപ്പൊ നമുക്കൊരു കോൺടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? നമുക്ക് 6 monthsന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പർച്ചേസിങ് നമ്മൾ ഏറ്റവും മിനിമം 5,000ന്റെ റീപർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15% പ്രൊഡക്റ്റ് ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു കോൺടെസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ
ഞാൻ ഓരോ വ്യക്തികളോടും പറഞ്ഞൊരു കാര്യം, മന്ത്ലി 5,000ന്റെ കാര്യമാണ് കമ്പനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്നാൽ നമുക്ക് ഈ മന്ത്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പർച്ചേസ് നമുക്ക് 5,000 നമുക്ക് വീക്കിലിയും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഞാനൊരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കവചപ്രാശ് അല്ലെ. ഈ ഒരു കവചപ്രാശ് നമുക്ക് കിട്ടുന്നത് 979 രൂപക്കാണ് അല്ലെ. അത് നമ്മൾ കൊടുക്കുന്നത് 1424 രൂപക്കാണ്. നമുക്കതിൽ ഏകദേശം നമുക്ക് പ്രോഫിറ്റ്, റീറ്റെയിൽ പ്രോഫിറ്റ് വരുന്നത് 445 രൂപ നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു 5,000 രൂപക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5,000 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 ബോട്ടിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 5,000 രൂപ നമുക്ക് ഏകദേശം 6 ബോട്ടിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് നമുക്ക് 5,874 രൂപയാണ് നമുക്ക് വരുന്നത്. 6 ബോട്ടിൽ കവചപ്രാശ് നിങ്ങൾ ഇന്ന് നിങ്ങൾ പോയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 6 കവചപ്രാശ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഈ 6 കവചപ്രാശില് ഓരോ കവചപ്രാശ് വെച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ സെയിൽ ചെയ്യാം. ഓക്കെ, തുടക്കക്കാർക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. വലിയ ലീഡേഴ്സ് ഇത് കേൾക്കുക വേണ്ട. നിങ്ങൾ ഒരു ദിവസം ഈ ഒരു 5,000ന്റെ പർച്ചേസ് എടുത്തിട്ട് ചെയ്യണം. അപ്പൊ തുടക്കക്കാർക്ക് ഒരു കവചപ്രാശ് നിങ്ങൾ ഒരു ദിവസം വെച്ച് നിങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 445 രൂപ സിംഗിൾ ഡേ, ഈച്ച് ഡേ 6 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം? 2,670 രൂപ നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പൊ 4 ആഴ്ച ഉണ്ടല്ലോ ഒരു മാസത്തില്. 4 ആഴ്ചയും നിങ്ങൾ ഈ സെയിം പ്രോസസ്, ഈ കിട്ടിയ 5,000 രൂപ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള 5,874 റുപ്പീസും അതുപോലെ നിങ്ങളുടെ പ്രോഫിറ്റ് 2,670 രൂപയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പ്രോഫിറ്റ് നിങ്ങൾ അവിടെ വെച്ചോളൂ. നിങ്ങൾ ഇറക്കിയ എമൗണ്ട് നിങ്ങൾ പിന്നെയും സെക്കൻഡ് വീക്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. സെയിം തിങ്, കവചപ്രാശ് 6 മേടിക്കാം. ആ ആഴ്ചയിൽ ഇതേപോലെ നിങ്ങൾ ദിവസത്തിൽ ഒരു കവചപ്രാശ് സെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര ടൈം വേണം? എന്റെ വോയിസ് കട്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കവചപ്രാശ് വിൽക്കാനായിട്ട് ഒരു ദിവസത്തിൽ എത്ര ടൈം വേണം? അരമണിക്കൂർ. ഒരു ദിവസത്തിൽ അരമണിക്കൂർ ജോലി ചെയ്യണേന് നിങ്ങൾക്ക് 445 രൂപ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കവചപ്രാശ് ഒരു ദിവസം വിൽക്കാൻ പറ്റും? ഇങ്ങനെ 6 കവചപ്രാശ് വെച്ചിട്ട് നിങ്ങൾ ഒരാഴ്ചയിൽ വിറ്റ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു മാസം, അപ്പൊ നിങ്ങൾ ഓരോ മാസത്തിലും ഇങ്ങനെ ഓരോ ആഴ്ചയിലും 6 വെച്ചിട്ട് വിൽക്കണം കേട്ടോ. നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ 10,680 രൂപയാണ് നിങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ്. ഈ എടുക്കുന്ന കവചപ്രാശൊക്കെ നിങ്ങളുടെ ഐഡിയിൽ കൂടെ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ 10,000 രൂപയുടെ കവചപ്രാശ് ഒരു ഐഡിയിൽ 10,000 അല്ല, 5,874 നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ കൂടുതലായിരിക്കും. പക്ഷെ എന്നാലും 10,000 വിചാരിക്കുക. 10,000ന്റെ നമ്മൾ ഈ ഐഡിയിലും. അപ്പൊ നമുക്ക് അത് മാച്ചിങ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 900 രൂപയോളം നമുക്ക് വീക്കിലി ഇൻകവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മൾ ഈ ഒരു കവചപ്രാശ് നമ്മൾ വിൽക്കുന്നതിലൂടെ ദിവസം ഒരു കവചപ്രാശ് വിറ്റാൽ മതി, നിങ്ങൾക്ക് ഏകദേശം ഒരു 12,000 13,000 രൂപ ഒരു മാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റീറ്റെയിൽ പ്രോഫിറ്റും വീക്കിലി ഇൻകവും കൂടിയിട്ട്. ഇനിയിപ്പോ വീക്കിലി ഇൻകം വേണ്ട, അതവിടെ ഇരിക്കട്ടെ. അതവിടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു സേവിങ്സ് ആയിട്ട് ഇരിക്കട്ടെ. നിങ്ങൾക്ക് കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യും. ഇതൊരു സാധാരണക്കാരൻ, ഏതൊരു സാധാരണക്കാരനും ഒരു ദിവസം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കവചപ്രാശിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എന്തുകൊണ്ട് അത് മറ്റുള്ളതിൽ നിന്ന് നല്ലതാണ്, അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്താണ്, ഇതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നന്മകളാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഒരു വ്യക്തിനെ കാണുമ്പോൾ നിങ്ങൾ ആ ഒരു ഇൻഫർമേഷൻ, നിങ്ങൾ എന്താണോ പഠിച്ചത്, നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത്, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കവചപ്രാശ് ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള റിസൾട്ട് വെച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, യാതൊരു വക സംശയമില്ല. ഞാനൊരു TC ലീഡർ ആണ്. ഞാൻ വലിയ STC RTC NTC ആയിട്ടുള്ള ഒരു ലീഡർ പറയണ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിച്ച് ആ ഒരു പഠിച്ചതിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഒരു വ്യക്തിയോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് വേണം. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ എന്താണ് സെയിൽ ചെയ്യണത് എന്നുള്ളത്. അപ്പൊ എന്തായാലും ടൈം 6:55 ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ
നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു കറക്റ്റ് ഒരു ഫോർമാറ്റിലല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയാം. പക്ഷെ ഇൻഷാല്ല ഇനിയും നല്ല രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോ എങ്ങനെയുണ്ട് എന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ് അല്ലാതെ ഇങ്ങനെ ഞാൻ ട്രെയിനിങ് എടുത്തപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായമൊക്കെ എല്ലാവരും പറയാ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. മനസ്സ് വെക്കണം, നമ്മളിൽ നിന്നായിരിക്കണം മാറ്റം തുടങ്ങുന്നത്. നമ്മൾ വിചാരിക്കണം ഇത് ചെയ്യണം എന്നുള്ളത്. ഇന്ന് ഇപ്പൊ ഈ വീട്ടില് സ്റ്റോക്ക് ഇല്ലാതിരിക്കുന്ന ആളുകളും വിജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകള് ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒരു 6 കവചപ്രാശ് മേടിക്കുക. കവചപ്രാശിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ കാര്യത്തിലൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ മാസം നിങ്ങൾ ഇത് ചെയ്യും. എന്നിട്ട് ഈ ചെയ്ത വ്യക്തികള് ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.